പ്ലസ് വണ്ണിൽ തോൽവിയില്ല, പ്ലസ് വണ്ണിൽ ഒരാൾ തോൽക്കില്ല. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ ശരിക്കും പറഞ്ഞാണ്. വെൽക്കം ടു എജ്യൂപോഡ്, ഇറ്റ്സ് മീ നാഫി. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. മക്കളെ, നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ ഇങ്ങനെയാണ് കാണാൻ പറ്റുക. അതായത് ഓരോ വിഷയവും ആ വിഷയം നിങ്ങൾക്ക് കിട്ടിയ മാർക്കും നിങ്ങളുടെ CE മാർക്കും അവിടെ കാണാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അവിടെ ഗ്രേഡോ നിങ്ങൾ പാസ്സായോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, കാണാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ പാസ്സായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് വണ്ണിൽ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. നിങ്ങൾ ഹയർ സ്റ്റഡീസിന് എലിജിബിൾ ആണോ, നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്ന ഡീറ്റെയിൽസ് ഒന്നും അതിലുണ്ടാവില്ല. എന്താ കാരണം? പ്ലസ് വണ്ണില് പ്ലസ് ടുവിലെയും മാർക്ക് കൂട്ടിയിട്ട്, അതായത് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും മാർക്ക് കൂട്ടിയിട്ടുള്ള ഒരു മാർക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നേടാൻ പറ്റുക. അതായത് പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും മാർക്ക് കൂട്ടിയിട്ടുള്ള ഒരു മാർക്ക് നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പാസ്സായ തോറ്റൊന്ന് തീരുമാനിക്കുക. അപ്പോൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, പ്ലസ് ടുവിലും കൂടി മാർക്ക് നേടിയാൽ മാത്രമേ ടോട്ടൽ മാർക്കിൽ നിങ്ങൾ പാസ്സായില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ 80 മാർക്കിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 48 മാർക്ക് നിങ്ങൾ റിട്ടേൺ എക്സാമിൽ എഴുതിയെടുക്കണം. അപ്പോൾ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടി ആ മാർക്ക് എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾ പാസ്സായില്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു എക്സാം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഇംഗ്ലീഷിന്റെ TEയിൽ 23 മാർക്കാന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ പാസ്സായി ഫെയിൽ ആയി ഒന്നും ആയിട്ടില്ല. പക്ഷെ നിങ്ങൾ പ്ലസ് ടുവിൽ ആ TEയിൽ 25 മാർക്ക് എഴുതി എടുത്തിട്ടില്ലെങ്കിൽ, 25 മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 48 മാർക്ക് കിട്ടും, നിങ്ങൾ പാസ്സാവും. മറിച്ച് നിങ്ങൾ 25-ന് പകരം ഒരു 20 മാർക്കാണ് നേടിയെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ എത്ര മാർക്ക് ഉണ്ടാവും? 43 മാർക്ക് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അവിടെ എന്തായി, ഫെയിൽ ആയിപ്പോ. അതായത് പ്ലസ് വണ്ണിൽ കിട്ടിയ വിഷയത്തേക്കാൾ നിങ്ങൾ കൂടുതൽ മാർക്ക് നേടണം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ എക്കണോമിക്സ് എടുക്കുക. എക്കണോമിക്സിൽ നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ 30 മാർക്ക് കിട്ടി. നിങ്ങൾക്ക് പ്ലസ് ടുവിലും കൂടി പാസ്സാകും. പിന്നെ എത്ര മാർക്ക് നിങ്ങൾ പ്ലസ് ടുവിൽ എഴുതിയെടുത്താൽ മതി? 18 മാർക്ക്. അതായത് 80 മാർക്കിന്റെ വിഷയത്തിൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടി 48 മാർക്ക് എഴുതിയെടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യും, പാസ്സാകും. അപ്പൊ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് 30 മാർക്ക് എക്കണോമിക്സിലുണ്ട്, പ്ലസ് ടുവിൽ നിങ്ങൾ 18 മാർക്ക് കൂടി TE എഴുതിയെടുത്താൽ നിങ്ങൾക്ക് എന്തായി, ടോട്ടൽ അവിടെ 48 മാർക്ക് കിട്ടി, നിങ്ങൾ പാസ്സായി. മറിച്ച് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ 30 മാർക്ക് ഉണ്ട്, പ്ലസ് ടുവിൽ വെറും 13 മാർക്ക് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ അവിടെ 43 മാർക്കാ, നിങ്ങളവിടെ തോറ്റുപോയി. നിങ്ങൾ എന്ത് ചെയ്യണം, എക്സാം എഴുതണം. അപ്പോൾ പ്ലസ് വണ്ണിൽ തന്നെ നിങ്ങൾ 80 മാർക്കിന്റെ വിഷയത്തിൽ 48 മാർക്ക് എഴുതിയെടുത്താൽ 2 കൊല്ലത്തേക്കും പാസ്സായി. പ്ലസ് വണ്ണിൽ തന്നെ 60 മാർക്കിന്റെ വിഷയത്തിൽ 36 മാർക്ക് എഴുതിയെടുത്താൽ നിങ്ങൾ 2 കൊല്ലത്തേക്കും പാസ്സായി. അപ്പോൾ മക്കളെ, പ്ലസ് വണ്ണിൽ ആരും തോൽക്കില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ തോറ്റോ ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എവിടെയാണ് മനസ്സിലാവുക, പ്ലസ് ടുവിൽ എത്തുമ്പോഴാണ്. പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും മാർക്ക് കൂട്ടിയിട്ട് ടോട്ടൽ മാർക്കിന്റെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ തോറ്റോ ഇല്ല എന്ന് പറയാം. അതായത് പ്ലസ് വണ്ണിൽ നിങ്ങൾ മാക്സിമം മാർക്ക് എഴുതിയെടുത്താൽ പ്ലസ് ടുവിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എളുപ്പത്തിൽ കുറച്ച് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ പാസ്സാവും. അതായത് പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് 30 മാർക്കാണെങ്കിൽ പ്ലസ് ടു നിങ്ങൾ 18 മാർക്ക് എഴുതിയെടുത്താൽ 30 + 18 48 മാർക്ക് നിങ്ങൾ പാസ്സായി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താ, പ്ലസ് വൺ ആണ് പ്ലസ് ടുവിനേക്കാളും സിമ്പിൾ കിട്ടും. പ്ലസ് ടുവിനേക്കാളും എളുപ്പത്തിൽ പഠിച്ച് മാർക്ക് നേടാൻ പറ്റുന്നത് പ്ലസ് വണ്ണാ. അപ്പൊ നിങ്ങൾ പ്ലസ് വണ്ണിൽ പല ആളുകളും മാർക്ക് കുറയും, ടെൻഷനാണ്, പേടിയുണ്ട്, മാർക്ക് കുറഞ്ഞു സാറേ എന്താ ചെയ്യുക? അതിനുള്ള സൊല്യൂഷനാണ് ഇംപ്രൂവ്മെന്റ് എക്സാം. 3 വിഷയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് ഒരു മികച്ച മാർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേടിയെടുക്കാൻ പറ്റും കേട്ടോ. പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞ വിഷയങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 വിഷയങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. അത് ഇംപ്രൂവ് ചെയ്തിട്ട് പ്ലസ് വണ്ണിൽ മാക്സിമം മാർക്ക് നേടിയെടുക്കുക, അതിന് കൂടെ പ്ലസ് ടു പഠിക്കുക. അങ്ങനെ പ്ലസ് വണ്ണും പ്ലസ് ടു ഒരുമിച്ച് കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷനാണ് എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ച്. എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ പ്ലസ് ടു ക്ലാസ്സിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് കൂടെ എന്ത് ചെയ്യും, ഫ്രീ ആയി കിട്ടും. അപ്പോൾ പ്ലസ് ടു ക്ലാസ്സിന്റെ കൂടെ നിങ്ങൾക്ക് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് കൂടെ ഫ്രീ ആയി തരുന്നതാണ് എജ്യൂപോഡ് സൂപ്പർ ബാച്ച്. അപ്പോൾ നിങ്ങൾ പ്ലസ് ടുവിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ പ്ലസ് ടുവിൽ എജ്യൂപോഡിന്റെ കൂടെ ഫീസ് അടച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് ക്ലാസ് ഫ്രീ ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ പ്ലസ് വൺ ഗ്രേഡ് കാർഡ് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ഗ്രേഡോ അല്ലെങ്കിൽ നിങ്ങൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഒന്നും കാണാൻ സാധിക്കില്ല. കാരണം പ്ലസ് ടുവിൻ്റെയും പ്ലസ് വണ്ണിൻ്റെയും മാർക്ക് കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഒരാളുടെ ഗ്രേഡ് തീരുമാനിക്കുക. അപ്പോൾ പ്ലസ് വൺ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാലും 80 മാർക്കിന് വിഷയമാണെങ്കിൽ 48 മാർക്കിട്ട് എത്ര മാർക്ക് നേടണോ അത്രയും മാർക്ക് നിങ്ങൾ പ്ലസ് ടു എഴുതിയെടുത്താൽ പാസ്സായി. 60 മാർക്കിന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് പ്ലസ് വൺ എത്ര കിട്ടിയാലും 36 മാർക്ക് കിട്ടാൻ എത്ര മാർക്ക് എഴുതിയെടുക്കുക അത്രയും മാർക്ക് നിങ്ങൾ പ്ലസ് ടു എഴുതിയെടുത്താൽ പാസ്സായി എന്നുള്ളൊരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ 80-ൽ 30% 48 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താലും 60-ൽ 36 മാർക്ക് നിങ്ങൾ എഴുതിയെടുത്താലും 2 കൊല്ലത്തേക്ക് നിങ്ങൾ എന്തായി, പാസ്സായി എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പ്ലസ് വൺ നിങ്ങൾക്ക് തോൽവിയില്ല. നിങ്ങളുടെ ഗ്രേഡ് കാർഡ് നിങ്ങൾ റിസൾട്ട് നോക്കി നിങ്ങൾ തോറ്റോ ജയിച്ചോ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ കിട്ടിയ മാർക്ക് മാത്രമേ അവിടെ കാണുള്ളൂ. പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും കൂടി നിങ്ങൾ മാർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, പാസ്സാവാം എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് അടിപൊളിയാക്കാൻ ആഗ്രഹമുണ്ട്, പ്ലസ് ടുവിൽ നല്ല മാർക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ എജ്യൂപോഡിന്റെ സൂപ്പർ ബാച്ച് മാത്രമാണ്. യൂട്യൂബിൽ ക്ലാസ്സുകൾ ഉണ്ടാവില്ല മക്കളെ, കൂടുതൽ ക്ലാസ്സുകളും എജ്യൂപോഡിന്റെ ബാച്ചിലായിരിക്കും. എജ്യൂപോഡിന്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത്
പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റ് ആകും. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ ഫോം ഫില്ല് ചെയ്യുകയോ അല്ലെങ്കിൽ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.